ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു സാധാരണക്കാരന് ഭാനുവിനെ കല്യാണം കഴിച്ചു കൊടുത്താലും നിനക്ക് ഞാൻ അവളെ തരില്ല. എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഭാവനേച്ചി, പറയുമ്പോ ആലോചിച്ച് പറയാൻ പറ. ഇല്ലെങ്കിൽ ജയേഷ് ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും. അറിയാനൊന്നുമില്ലടാ. ഈ ഭൂമി തല കീഴായി മറിഞ്ഞാലും ഭാനുവിനെ നീ കല്യാണം കഴിക്കില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് കാണാം. എന്നെ തല്ലിയതിനും ഇപ്പൊ ഈ കാണിച്ചതിനും എല്ലാം അധികം വൈകാതെ തന്നെ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ഭാനുവിനെ കല്യാണം കഴിക്കാമോ എന്ന് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനിയൊരു വാക്ക് നിന്റെ നാവിന്ന് വീണ പിന്നെ സംസാരിക്കാൻ നിനക്ക് നാവുണ്ടാവില്ല. സുരി വേണ്ട, അവന് വിട്ടേക്ക്. ഇനി ഇവനോട് സംസാരിച്ച ചിലപ്പോ നമ്മളിൽ ഒരാൾ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് വിട്ടേക്ക് സൂര്യ. നീ ചെല്ല്, എല്ലാം ഇവിടെ അവസാനിക്കട്ടെ. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇനി എന്താ വേണ്ടെന്നേ എനിക്കറിയാം. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇവൻ പക്ക ഫ്രോഡാ ഭാവന. അതെ, ഇവനെ സൂക്ഷിക്കണം സൂര്യ. സൂര്യ, എനിക്കെന്തോ പേടിയാവുന്നു. ഇവൻ ഭാനുവിനെ ട്രാപ്പിലാക്കി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു സംശയം വേണ്ട ഭാവന. ഒന്നുകിൽ കുടുംബ പക, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ഉദ്ദേശം. ഇതിൽ രണ്ടിലേതോ ആയിരുന്നു അവന്റെ ലക്ഷ്യം. ഇനി ഏത് രീതിയിലും അവന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാവും. അതെ സൂര്യ, അതിനു മുൻപ് ഭാനുവിനോട് നമുക്ക് എല്ലാം പറയണം. പിന്നെ ഇവൻ പറഞ്ഞതെല്ലാം വീട്ടിൽ പറയണ്ട സൂര്യ. നമ്മളെ പോലെ എല്ലാം ഉൾക്കൊള്ളാൻ അവർക്കാവില്ലല്ലോ. താമ